നട്ടെല്ലിനുണ്ടാകുന്ന വളവും മറ്റ് വൈകല്യങ്ങളും എന്തൊക്കെയാണ്? ഇത് ഏതൊക്കെ തരത്തിലുണ്ട്? നട്ടെല്ലിന്റെ നമ്മൾ അതിന്റെ അനാട്ടമി നോക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അതായത് കശേരുക്കൾ ഒന്നിനു മുകളിൽ ഒന്നൊന്നായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഒരു രൂപമാണ് കാണുക. അത് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന് കുറച്ച് വളവുകളൊക്കെ ഉണ്ട്. അതായത് നടുവിന്റെ ഭാഗത്താണെങ്കിൽ പുറകിലോട്ടൊരു വളവുണ്ട്, മുതുകിന്റെ ഭാഗത്താണെങ്കിൽ മുന്നിലോട്ടുണ്ട്, അതിനുശേഷം കഴുത്തിന്റെ ഭാഗത്താണെങ്കിൽ വീണ്ടും പുറകിലോട്ടൊരു വളവുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളിലും നമുക്ക് വളവുകൾ എക്സാജറേറ്റഡ് വരാം. അത് മുമ്പിൽ നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ മിനിമൽ ആ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അനുവദനീയമായ രീതിയിൽ കൂടുതൽ വളവുകൾ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും അബ്നോർമൽ എന്ന് പറയാം. മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള അബ്നോർമൽ വളവിനെ നമ്മൾ സ്കോളിയോസിസ് എന്ന വാക്കുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സൈഡിൽ നിന്നാണെങ്കിൽ അത് മുതുകിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ എക്സാജറേറ്റഡ് വളവിനെ നമ്മൾ കൈഫോസ് എന്ന് വിളിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് രോഗികൾ ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കിട്ടുക. അത് സ്പെസിഫിക് ആയിട്ട് ഇത് ഒരു തരത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ രണ്ട് രീതിയിൽ മിക്സഡ് ഒരു രീതിയിലുള്ള ഒരു വളവ്, ഒരു വൈരൂപ്യമായിട്ടാണ് സാധാരണ രോഗികൾ പ്രസന്റ് ചെയ്യുന്നത്.